ഒരു വേനൽക്കാല സമ്മാനം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. നാട്ടിലെ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി ചേർന്ന് പുതുതായിട്ട് ആരംഭിച്ച ഒരു ലൈബ്രറി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ കുഞ്ഞു മക്കളുടെ വേനൽക്കാലം അങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു വേനൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികളിലെ അഭിരുചികളെ കണ്ടെത്തി അവ വളർത്തിയെടുക്കുക വളരെ അനിവാര്യമായൊരു കാര്യമാണ്. അത്തരത്തിൽ ചിത്രരചനയുടെ ബാലപാഠങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ചിത്രകാരനായ ജയശങ്കരേട്ടനാണ്. അങ്ങനെ കുട്ടികളൊക്കെ അവർ ആഗ്രഹിച്ച വർണ്ണങ്ങൾ വാരി വിതറി ചിത്രരചന ആരംഭിച്ചു. തികച്ചും കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേകതരമായ ആനന്ദം. വേനലിൽ പൊള്ളാതെ നമ്മുടെ സമൂഹത്തിൻ്റെ പുത്തൻ കാഴ്ചപ്പാടുകളിൽ വീണു പോകാതെ കുട്ടികളൊക്കെ ഇങ്ങനെ വർണ്ണങ്ങൾ വാരി വിതറുന്നത് കാണാൻ തന്നെ എന്തെന്നില്ലാത്ത ഒരു ആനന്ദമാണ്. അങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പം ഞാൻ പുറത്തേക്കൊന്നിറങ്ങി. ചുമര് നിറയെ ചിത്രങ്ങൾ. അറിവിൻ്റെ ഒരു മാന്ത്രിക ലോകം തന്നെയാണ് കേട്ടോ ഈ ഒരു കൊച്ചു വിദ്യാലയം. പുതിയ കാര്യങ്ങൾ പരിചയപ്പെടുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നൂതന സാങ്കേതിക വിദ്യയെക്കുറിച്ചും റോബോട്ടിക് സിസ്റ്റത്തെക്കുറിച്ചും വളരെ മികച്ചൊരു ക്ലാസ് എടുത്ത് കുഞ്ഞു പിള്ളേർക്ക് തൊടാനും കളിക്കാനും ഒരു റോബോട്ടിനെ സമ്മാനിച്ചാണ് അടുത്ത ക്ലാസ് കടന്നുപോയത്. പണ്ടെപ്പോഴോ എന്തിരൻ സിനിമയിൽ റോബോട്ടിനെ കണ്ടത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കോ ലോകം ഇങ്ങനെ വിരൽത്തുമ്പിൽ ഓടി കളിക്കുകയാണ്. വീണ്ടും എൻ്റെ കണ്ണ് ആ ചുമരിലേക്കായി. നമ്മൾ അനുഭവിച്ചതിൽ മികച്ച ഒരു അധ്യയനമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കുറേ ചിത്രങ്ങൾ എനിക്ക് അവിടെ ചുമരുകളിൽ നിന്നും കണ്ടെത്താനായി. വിഭവസമൃദ്ധമായ ഒരു സദ്യയ്ക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ആരംഭിച്ചു. സഭാകമ്പമില്ലാത്ത ഒരു പുതിയ തലമുറ എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ. കാരണം കുട്ടികളൊക്കെ ഒന്നിനൊന്നിന് മികച്ചതാണ്. യാതൊരു മടിയും കൂടാതെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അങ്ങനെ ആനന്ദ നിർവൃതിയിലാടാൻ ഇപ്പോഴത്തെ തലമുറയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ക്യാമ്പ് അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ കുട്ടികളൊക്കെ നല്ല ആഘോഷത്തിലാണ്. അങ്ങനെ പുതിയൊരു അധ്യയനത്തെ വരവേൽക്കാൻ കുറേ നല്ല ഓർമ്മകളും കൂട്ടുകൂടിയാണ് ഇവർ ഈ ക്യാമ്പിൽ നിന്നും മടങ്ങുന്നത്. വേനലിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളിച്ചും ചിരിച്ചും ആഘോഷിക്കാൻ ഒരവസരമുണ്ടാക്കി തന്ന കാവ്യമുഖ ബ്രദേഴ്സിന് പ്രത്യേകമായൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും യാത്ര തുടരുകയായി.